വലിയൊരു തെറിയാണ്. ആണ് ചോദിക്കാൻ പറയാൻ എനിക്ക് താല്പര്യമില്ലടോ. റീൽസിന് വേണ്ടി ചെയ്താണ്. അപ്പൊ നിങ്ങൾ മാരീഡ് ചെയ്തിട്ടില്ല. ശ്രീലക്ഷ്മിനെ ആർക്കും അങ്ങനെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് അറിയണമെന്നൊന്നുമില്ല. പക്ഷെ അലിൻ ജോസ് പെരേര വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഞാനൊരു വലിയ സംഭവം അല്ലേ, വേറെ ആരും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അലിൻ ജോസ് പെരേര വിവാഹം നിങ്ങൾക്കൊരു നാണം തോന്നില്ലേ? നിനക്ക് നാണിക്കാൻ അറിയാൻ മേലെ താങ്കൾ ഇപ്പോഴേ ഫൂൾ അല്ലേ അലിൻ ജോസ്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന എല്ലാ മീഡിയകളിലും നിങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. കേരളത്തിലെ മലയാളികൾ മുഴുവൻ മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? പിന്നെ ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. അപ്പൊ നിങ്ങൾ ഇതെന്ത് ഗിമ്മിക്കാണ്? എന്തൊക്കെ പറഞ്ഞാലും ഒരുമാതിരി മറ്റടുത്ത പരിപാടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. ഒരു ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടി അമ്പലത്തിന്റെ ഫ്രണ്ട് അല്ല ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ വല്ല റോഡ് സൈഡിലും പോയി കാണിക്കുക. വെറുതെ വർത്താനം പറഞ്ഞ സമയം കണ്ടു ഒരു ഇഷ്ടം എടുത്ത് തലടിച്ച് വിളിക്കുന്നു. ഇവിടെ നിർത്തുവാന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഞാനൊരു കാര്യം പറ്റേ ഏതൊരു കാര്യം പറയാം. താങ്കൾ പറയുന്നത് ഞാൻ പറയാം. നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവൃത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവർത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. അതിന്റെ കൺക്ലൂഷൻ പറയണ്ടേ? ഈ വന്നപ്പോ വാസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. താങ്കൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇങ്ങനെയൊക്കെ കാണിക്കും. നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ട. നിങ്ങളെന്ന് അഭിസംബോധന ചെയ്യണ്ട. എന്റെ പേര് പട്ടി തെണ്ടി ചെറ്റെ നായിന്റെ മോനെ. എടാ ഇവള് നമ്മളെക്കാളും തറ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.